ശശി തരൂരിന്റെ ആ ലേഖനമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഇത്രയധികം വിശദീകരണം നൽകാൻ പ്രേരിപ്പിച്ചതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം സ്വാഭാവികമായും എ കെ ആന്റണി, ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിലൊക്കെ IT വ്യവസായ വകുപ്പ് മന്ത്രിയുമായിരുന്നു. ഇപ്പൊ ശശി തരൂരിന്റെ ഒരു പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. സംസ്ഥാന സർക്കാർ വ്യവസായ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെ പുകഴ്ത്തിയ നിലപാട് മയപ്പെടുത്തുകയാണ് ശശി തരൂർ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സാങ്കേതിക വിദ്യയോടും വ്യവസായ വളർച്ചയോടുമുള്ള ഇടത് സമീപനത്തിൽ മാറ്റം വരുത്തിയതിനെ കുറിച്ചായിരുന്നു തന്റെ പരാമർശം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നും ഈ ഫേസ്ബുക്കിൽ കൂട്ടിച്ചേർക്കുകയാണ്. അമൽ തേനമ്പറമ്പിൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. അമൽ, അങ്ങനെ എക്സിൽ വീണ്ടും കുറിക്കുന്നു, ഈ ദിവസം ഫേസ്ബുക്കിൽ കുറിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ വിശദീകരണം എന്ന നിലയിൽ വരുമ്പോൾ അതിലൊരു മയം കാണുന്നത് 2024 ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 2024 ഇറങ്ങിയ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താൻ അതിൽ പരാമർശിച്ചത്. മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കം കുറിച്ചതിനെക്കുറിച്ചും പരാമർശം പറയുന്നുണ്ട്. അപ്പോൾ ഒരു മയപ്പെടുത്തലായി അതിനെ നമ്മൾ കാണേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് ലീഗിന്റെ ഭാഗത്ത് നിന്ന് കൂടി ഇന്നപ്പോൾ പ്രധാനപ്പെട്ട ഒരു മറുപടി വരികയാണ്. നമുക്കറിയാം ലീഗുമായിട്ടുള്ള തരൂരിന്റെ ബന്ധം ഇടക്കം നമ്മൾക്കറിയാം, നിലനിൽക്കുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രസക്തി ഏറുകയാണ്. രമേശ് ചെന്നിത്തല VD സതീശൻ എന്ന നിലയിലായിരുന്നു സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചർച്ചകളെല്ലാം മുന്നോട്ട് പോയിരുന്നത്. അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ച അടക്കമുള്ള വിഷയങ്ങളിൽ ആ രണ്ട് പേരുകൾക്ക് മുൻഗണന നൽകി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിൻ്റെ പേരും ഇടയ്ക്കിടയ്ക്ക് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ആദ്യഘട്ടങ്ങളിലെല്ലാം സജീവ ചർച്ചയായി നിന്ന ശശി തരൂരിൻ്റെ പേരങ്ങ് അപ്രസക്തമായി പോകുന്നതാണ് കണ്ടത്. പക്ഷേ ഒരു വിവാദത്തിലൂടെ ശശി തരൂരിന് വീണ്ടും ചിത്രത്തിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വിവാദം കൊണ്ടുണ്ടായ ഏക ഗുണം എന്ന് പറയുന്നത്. മാത്രമല്ല സംസ്ഥാന കോൺഗ്രസിനെ ആകെ പ്രതിസന്ധിയിലാക്കിയ നിലപാടിൽ നിന്നും തരൂർ ഒരൽപ്പം മയപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണേണ്ടത്. പ്രത്യേകിച്ചും ഹൈക്കമാൻഡ് നേതൃത്വം അടക്കം തരൂരിൻ്റെ നിലപാടിൽ അതൃപ്തി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്നലെ തന്നെ തരൂരിൻ്റെ നിലപാട് ഒരൽപ്പം മയപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വരികയാണ്. തരൂരിനൊപ്പം എല്ലാ കാലവും ഉണ്ടായിരുന്ന K ശബരിനാഥൻ അടക്കമുള്ള, അത് AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് അടുത്ത തിരഞ്ഞെടുപ്പിലടക്കം രാഹുൽ ഗാന്ധി പിന്തുണച്ച മല്ലികാർജ്ജുന ഖാർഗെ എന്നൊരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ പോലും തരൂരിനൊപ്പം നിന്ന K ശബരിനാഥൻ അടക്കമുള്ള ആളുകളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഈ സ്റ്റാർട്ടപ്പ് പദ്ധതികളിൽ ഉള്ള അതിന് നൽകിയ പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ചാനൽ ചർച്ചകളിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും അടക്കം ശബരിനാഥ് അടക്കമുള്ളവർ നിലപാട് പരസ്യമായി പറഞ്ഞു. അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് ശശി തരൂരിൻ്റെ നിലപാട് ഒരല്പം മയപ്പെടുകയാണ്. ആ മയപ്പെട്ട നിലപാടിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ അടക്കം സ്റ്റാർട്ടപ്പ് മേഖലയുടെ വികസനത്തിനായി ചെയ്ത കാര്യങ്ങളെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. നമ്മൾ ശശി തരൂരിൻ്റെ ഫ്ലാറ്റിലാണുള്ളത്. പുറത്തേക്ക് അല്പസമയങ്ങൾക്കകം തന്നെ അദ്ദേഹം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഒരു പ്രതികരണം മൈക്കിന് മുന്നിൽ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലാതെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ കേരളം ചർച്ച ചെയ്യണം. പ്രത്യേകിച്ച് ഇടത് സർക്കാരിന്റെ നല്ലൊരു അടിക്കാനൊരു വടി തരൂര് കൊടുത്തിരിക്കുന്നു UDF-നെ സംബന്ധിച്ചുള്ള. അപ്പോൾ എന്തായാലും ഒരു വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു നിലപാടിൽ ചെറിയൊരു മയപ്പെടുത്തൽ വരുന്നത്.